ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് അടിപൊളി ടേസ്റ്റിലൊരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് ഒട്ടും കുഴഞ്ഞു പോകാതെ കട്ടയൊന്നും കെട്ടാതെ നല്ല സോഫ്റ്റായ ഒരു ഉപ്പുമാവാണ്. അതിന് കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണിത്. ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. ഇനി ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും ഇത് ധാരാളം മതിയാവും. എന്നാൽ ശരി, ഞാൻ ഈ ഉപ്പുമാവ് എങ്ങനെയാണ് ടേസ്റ്റിയും ഹെൽത്തിയും ആക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായ റവയൊന്ന് വറുത്തെടുക്കാം. ഞാൻ റോസ്റ്റഡ് റവയാണെന്ന് പറഞ്ഞാലും ഞാനതൊന്ന് വറുത്തിട്ടേ എടുക്കാറുള്ളൂ. എന്നാലേ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും അത് കുഴഞ്ഞു പോകാതിരിക്കുകയും ചെയ്യത്തുള്ളൂ. റവ വറക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന റവയുടെ അളവ് ഞാൻ പിന്നീട് പറയാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് റവ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആദ്യം വീഴുന്ന റവ അങ്ങ് കരിഞ്ഞു പോകും. റവ വറുത്ത് കിട്ടുന്നിടം വരെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. റവ മൂക്കുന്നത് നമുക്ക് അതിൻ്റെ സ്മെല്ലിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ റവയ്ക്കൊരു പച്ച മണമാണുള്ളത്. അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. പിന്നെ ഇതിൻ്റെ കളറ് അല്പം ഒന്ന് മാറി വരും. റവ ഏതാണ്ട് മൂത്ത നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ റവയുടെ തരികൾ കാണുമ്പോൾ മനസ്സിലാകും ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം കൈ എടുക്കാതെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇളക്കിയിട്ടുള്ളത്. ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിനി ഇത് തീ നിർത്തിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിയും. ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഒന്ന് ചുമന്ന് വരണം. ഉഴുന്നുപരിപ്പ് മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് മുറിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 സവോള കൊത്തി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി കൊത്തി അരിഞ്ഞത്. ഇഞ്ചിയും പച്ചമുളകും സവോളയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും സവോളയും നന്നായിട്ട് മൂത്ത് അതിൻ്റെ ആ സ്മെല്ലൊന്ന് വരണം. അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നെയ്യോ ബട്ടറോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് അതിനനുസരിച്ച് കുറച്ചാൽ മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉള്ളി, മുളക്, ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 പിടി ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റും ബീൻസും ഒന്ന് വാടിയാൽ മതി. നല്ലപോലെ വഴലുമൊന്നും വേണ്ട. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് അത് പെട്ടെന്നാവും. ബീൻസൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. റവ അളന്ന കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റവ 2.5 കപ്പാണ്, വെള്ളം 3 കപ്പ്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ താല്പര്യമില്ലാത്തവർ ചേർക്കണ്ട. തേങ്ങ ചേർത്തില്ലെന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടേസ്റ്റ് കൂടും ചേർത്താൽ, അത്രേ ഉള്ളൂ. ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം.
നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കിയും കൊടുക്കണം. ഒന്നിച്ച് റവ ഇടരുത്. രണ്ടര കപ്പ് റവയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. റവ ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി റവയിൽ ആ വെള്ളം എല്ലായിടത്തും ഒന്ന് പിടിക്കണം. ഇത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് റവയൊന്ന് വെന്ത് പാകമായി വരും. തീ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും കട്ട പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച സമയത്ത് നട്ട്സും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതായത് കണ്ടില്ലേ, ഒരു തരി പോലും കട്ടയില്ലാതെ നല്ല പൊടിയായിട്ടാണ് നമ്മുടെ ഉപ്പുമാവ് ആയേക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇതേ അളവിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഒട്ടും കട്ട പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. റവ വറക്കുമ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിലാണ് ഉപ്പുമാവ് കട്ട പിടിച്ച് പോണത്. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാനിത് പഴത്തിൻ്റെ കൂടെയാണ് ഇന്ന് വിളമ്പുന്നത്. കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ബിന്ദുസ് നാടൻ രുചികൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.